യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കുറ്റം ചെയ്തവര് നല്ലവരാണെന്ന് വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നേ. അതിനെന്തായാലും കേസെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഏറെ നാളുകളായി കള്ളത്തരം കാണിച്ച് ജീവിച്ചിരുന്ന ഒരാളുടെ കള്ളത്തരം തുറന്നു കാട്ടി അറസ്റ്റ് ചെയ്യിച്ചതോടെ ആ നാടകത്തിന് തിരശ്ശീല വീണു കഴിഞ്ഞു. ബാക്കി കാര്യം കോടതിയിൽ. വണ്ടിക്കരി നിന്റെ മോളെ പോലീസ് കൊണ്ടുപോകാൻ പോകുന്നു. ഇവളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് എന്നോട് നേരത്തെ പറയാൻ തോന്നിയത് നന്നായി. ഞാനൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തു. അങ്ങളെ ഇവള് ശരിക്കും നീ നിന്റെ കളി കളിക്കും, എന്റെ കളി ഞാനും കളിക്കാം. ഇൻസ്പെക്ടർ, ഇവളെ ഇനി പുറത്തിറക്കാമല്ലോ. ഇറക്കുന്നു. താങ്ക് യു അച്ഛാ. മുളകത്തേക്ക് ചെല്ല. മോളെ 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 അരിക്കുട്ടി കണ്ടില്ലടാ, നീ വക്കീലാണെങ്കിൽ നിന്നെക്കാട്ടി വലിയ വക്കീലാ ഇവളുടെ അച്ഛൻ. അത് നീ മനസ്സിലാക്കിക്കോ. അർജുൻ, വി ആർ ലീവിംഗ്. ശരി സർ. ഞാനും വണ്ടി മാറ്റിത്തരാം. ഇനി പോലീസിന് മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന് വേണ്ട. ഹലോ, വാട്ട്? ഞാൻ ഉടനെ എത്താം. എന്താ സർ? അർജുൻ, നമ്മൾ ലോക്കപ്പിലാക്കിയിരുന്ന ആ വാടാക്കൊലയാളിയില്ലേ, പോതാട് സജി, അയാളെ ലോക്കപ്പ് മുറിയിൽ സൂയിസൈഡ് ചെയ്തു. അല്പം മുമ്പ് സംഭവം. എന്നാ ഞാൻ ഇറങ്ങാം. ശരി. അജേട്ടാ, അജേട്ടാ, ഇത് എടോ, അതൊരിക്കലും ആത്മഹത്യൊന്നും അല്ല. അയാൾ ഒരിക്കലും അത് ചെയ്യില്ല. നടന്നത് കേട്ടില്ലേ? പ്രിയക്കെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറായ വാടക കൊലയാളി ലോക്കപ്പ് മുറിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഇനിയും അവളെ ചേർത്ത് പിടിച്ചോളാൻ പറ അച്ഛമ്മയോട്. ഇവൾക്കെതിരെ ആരെല്ലാം തിരിഞ്ഞിട്ടുണ്ടോ അവരെ മുഴുവൻ കൊന്നൊടുക്കിയ ചരിത്രമാ ദൈവക്ക്. എന്നാണ് അവൾ അച്ഛമ്മയ്ക്കെതിരെ തിരിയുന്നതെന്ന് ആർക്കും അറിയില്ല. സൂക്ഷിച്ച എല്ലാവർക്കും നല്ലത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ ഇവിടെ വിടുമെന്ന് ആരും കരുതണ്ട. ഇവിടെ ഞാൻ പൂട്ടിയിരിക്കും. തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഇവിടെ ഞാൻ പൂട്ടിയിരിക്കും.
സ്വാതന്ത്ര്യം എന്ത് വേണമെന്ന് ആലോചിക്കായിരിക്കും അല്ലേ? അതെ, നിന്നെ എങ്ങനെ ഇവിടുന്ന് തുരത്തണം എന്ന് ആലോചിക്കുക. ആ, എന്താ? കൊള്ളാം കൊള്ളാം. അതിന് നീ ഇനിയും ജനിച്ച് നിന്റെ തന്തയും തള്ളയെ ഉപേക്ഷിച്ച് സ്വയം വളർന്ന് ദാ ഇത്രയും ആവേണ്ടി വരും. ഇത്രയും കാലത്തെ മിണ്ടാവ്രതത്തെ പൊളിച്ചെടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇനി നിന്റെ കള്ളക്കളി അവസാനിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയും. വിശ്വനാഥൻ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും നേരിട്ട് സത്യം അറിഞ്ഞു വന്ന അന്ന് ഞാൻ നിനക്ക് തന്നത് ഓർമ്മയുണ്ടല്ലോ. അന്ന് പറഞ്ഞതൊക്കെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. ഒരു ആന്റിസിപ്പേറ്ററി ബെയിലുമായി എന്റെ അച്ഛൻ നിന്നെ രക്ഷിക്കാൻ വന്നെന്ന് കരുതി നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട പ്രിയ. എനിക്കറിയാടി, നീ നിന്റെ അർജുനും കൂടി എനിക്കെതിരെയുള്ള എല്ലാ കുരുക്കും മുറുക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഏതറ്റം വരെ പോയാലും പ്രിയ കണ്ടൊരു ലക്ഷ്യമുണ്ട്, അത് ഞാൻ നേടിയിരിക്കും. നിങ്ങൾക്ക് പരമാവധി കഴിയുന്നത് എന്താണ്? ഇപ്പൊ തലയ്ക്ക് സുഖമില്ലാതെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ എന്റെ അമ്മയല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു. എന്തു പറഞ്ഞടി? ഓ, ഓർമ്മക്കുറവിന് ചികിത്സിക്കുന്ന സ്ത്രീ, അങ്ങനെ പറഞ്ഞാൽ മതിയോ? നിങ്ങളത് തെളിയിക്ക്. അതിനു മുമ്പ് എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഈ വീടിനകത്ത് നീ കഴിയുന്നത് കൂട്ടിൽ കഴിയുന്നത് പോലെ തന്നെയാ. ഇതിന്റെ അകത്തിരുന്ന് നീ എന്ത് ചെയ്താലും ഞങ്ങൾ അറിയും. സാക്ഷിയുടെ കൊലപാതകത്തിന് പിന്നിൽ നീയാണെന്നും പിന്നെ തേജയുടെ മരണത്തിന് കാരണവും നീയാണെന്നും അജുവേട്ടൻ തെളിയിക്കും. എന്നാലേ വെല്ലുവിളിക്കാതെ പോയി അത് ചെയ്യാൻ പറ. എന്നെ കൊല്ലാനായി നിങ്ങളാണ് ആളയച്ചതെന്ന ഞാൻ കരുതിയത്. പിന്നെ അയാൾ എനിക്കെതിരെ സാക്ഷി പറയാൻ പോലീസിന് കീഴടങ്ങിയെന്നറിഞ്ഞപ്പോ ആകെ ഒരു സംശയായി. പക്ഷേ നിന്റെ ഭർത്താവ് അർജുന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു അതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. നിന്റെ ഭർത്താവിന്റെ കള്ളത്തരം എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ പൂജ? എന്നെ കൊല്ലാൻ ആളയക്കുക, അയാളെ നിന്റെ ഭർത്താവ് തന്നെ പിടിച്ചു നിർത്തുക, അയാള് സാക്ഷിയോടൊപ്പം വന്ന ആളാണെന്ന് നീ തന്നെ മൊഴി കൊടുക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ മാപ്പ് സാക്ഷിയാക്കി എന്നെ ശിക്ഷിക്കുക. കൊള്ളാം. നിന്റെ അർജുനെ നല്ല ക്രൈം ത്രില്ലർ എഴുതാൻ കൊള്ളാം. അങ്ങനെ ഒരു സാക്ഷി കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ള പ്രാഥമിക ബോധം പോലും ഇല്ലാത്തവനായി പോയല്ലോ പൂജയെ നിന്റെ പ്രിയപ്പെട്ട കെട്ടിയവൻ. നീ പറഞ്ഞത് ശരിയാ, സാക്ഷിയെ കൊന്നത് ഞാൻ തന്നെ. പക്ഷേ അത് ഈ ലോകത്ത് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. എനിക്കെതിരെ മൊഴി കൊടുക്കാനായി ലോക്കപ്പിലെത്തിയവൻ അവിടെ കിടന്നില്ലെങ്കിൽ ചത്തില്ലേ? പ്രിയയുടെ സ്വാധീനം അത്രയ്ക്ക് വലുതാണെന്ന് ഇനിയെങ്കിലും നീ ഓർത്തു. പിന്നെ നീ ഇവിടെ കിടന്ന് ചെയ്തു കൂട്ടിയതൊക്കെ അതൊന്നും ഞാൻ ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ പോകുന്നില്ല. പകരം അതിനേക്കാളും വലിയ വേദന നീ അനുഭവിക്കും. നിനക്ക് വേദനിക്കുമ്പോഴല്ല, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേദനിക്കുമ്പോഴാ നിന്റെ ചങ്ക തകരുന്നെന്ന് എനിക്കറിയാം. ഞാൻ തന്തയും തള്ള ഇല്ലാത്തവളാ, അതുകൊണ്ട് തന്നെ അവരോടൊന്നും ഒരു മമതയില്ല താനും. നിന്നോടൊപ്പം കൂടി എന്നെ കുറെ ദ്രോഹിച്ചവളാണല്ലോ നിന്റെ അർജുന്റെ അമ്മ. അമ്മയില്ലാത്തതിന്റെ സങ്കടം എന്താണെന്ന് നിന്റെ അർജുൻ അറിയാൻ പോകുന്നേ ഉള്ളൂ.